ഇടുക്കി പന്നിയാർകുട്ടിയിൽ വാഹനം കൊക്കയിലേക്ക് മറിഞ്ഞ് 2 മരണം. ദമ്പതികളായ ബോസ്, റീന എന്നിവരാണ് മരിച്ചത്. നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ കൊക്കയിലേക്ക് മറിയുകയായിരുന്നു. വിവരങ്ങളുമായി പ്രിൻസ് പി ജെയിംസ് ചേരുന്നു. പ്രിൻസ്, രാവിലെ തന്നെ ഈ ഒരു അപകട വാർത്തയോടെയാണ് ദിവസം തുടങ്ങുന്നത്. ഒളിമ്പ്യൻ KM ബീനാമോളുടെ സഹോദരിയാണ് മരിച്ച റീന എന്നറിയുന്നു. എപ്പോഴാണ് അപകടമുണ്ടായത്, എന്താണ് സംഭവിച്ചതെന്നാണ് പ്രാഥമികമായി എത്തിയിട്ടുള്ള നിഗമനം? തികച്ചും വേദനാകരമായ ഒരു വാർത്തയാണ് രാവിലെ പങ്കുവയ്ക്കാനുള്ളത്. കഴിഞ്ഞ രാത്രിയിലാണ് ഒരു സംഭവം നടന്നത്. ഈ ബീനാമോളുടെ സഹോദരിയും ഭർത്താവും വീട്ടിലേക്ക് പോകുന്നതിനിടെയായിരുന്നു അപകടം നടന്നത്. പൊന്മുടിക്ക് സമീപം, ഇടുക്കി പൊന്മുടിക്ക് സമീപം കുടും വളവിൽ കൊക്കയിലേക്ക് വാഹനം നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. വാഹനത്തിൽ 3 പേരാണ് ഉണ്ടായിരുന്നെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ബീനയും ഭർത്താവ് ബോസും കഴിഞ്ഞ രാത്രിയിൽ തന്നെ മരണപ്പെടുകയായിരുന്നു. അപ്പം ഇപ്പോൾ നിലവിൽ നമുക്ക് അറിയാൻ കഴിയുന്നത് അപ്പം മൂന്നാമതുണ്ടായിരുന്ന ആൾ കൂടി മരണപ്പെട്ടു, ഡ്രൈവർ അടക്കമുള്ള മരണപ്പെട്ടു എന്ന് വിവരം കൂടി അറിയുന്നുണ്ട്. 3 പേരും മരണപ്പെട്ടു എന്ന് അറിയുന്നുണ്ട്. വലിയ കൊക്കയിലേക്കാണ് വാഹനം മറിഞ്ഞത്. ആ സമയത്ത് പ്രദേശത്ത് വെച്ച് തന്നെ 2 പേർ മരണപ്പെടുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പം പരിക്കേറ്റ ആളെ ഇപ്പോൾ യാത്ര ചെയ്തിരുന്ന ആൾ ഉടൻ തന്നെ ആളെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിൽ പോലും ഇത് ജീവൻ രക്ഷിക്കാനായില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ശ്രീജ, ഇത് എപ്പോഴാണ് ഈ അപകടം ഉണ്ടായത് എന്ന വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ പ്രിൻസ്? രാത്രി ഇരുട്ടിലാണ് നമ്മൾ ഈ വിഷ്വൽസ് കാണുന്നത്. എപ്പോഴായിരുന്നു സംഭവം ഉണ്ടായത്? എങ്ങനെയാണ് ഇത് ആളുകൾ അറിഞ്ഞത്? ഈ കൊക്കയിലേക്ക് വാഹനം പതിക്കുന്നത് എങ്ങനെയാണ് ആളുകൾ അറിഞ്ഞത്? ശ്രീജ, കഴിഞ്ഞ രാത്രി 11 മണിയോടെയാണ് അപകടം നടന്നതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ജനവാസ മേഖലയാണ്. പ്രദേശത്ത് നാട്ടുകാരൊക്കെ ഉണ്ട്. ഇവർ ചേർന്നാണ് റോഡിൽ ചെല്ലുകയും തോന്നുന്ന ഇവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തുകയുമായിരുന്നു. അപ്പം രാജാക്കാട് പോലീസ് സംഭവ സ്ഥലത്തെത്തി ഇപ്പം ഈ ബീനയും ബോസിനെയും അടക്കമുള്ളവരെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പരിക്കേറ്റ ആളെ ആശുപത്രിയിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ബീനയും ബോസും മരണപ്പെട്ട തുടർന്ന് ഇവരുടെ മൃതദേഹം അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. ഇപ്പം ഉണ്ടായിരുന്ന ഡ്രൈവറിന്റെ ചികിത്സ നടക്കാനുള്ള നടപടികളൊക്കെ തന്നെയാണ് ഇപ്പോൾ മരണപ്പെട്ടതായിട്ടുള്ള വിവരങ്ങൾ നമ്മൾ അറിയുന്നത്. എന്തായാലും ജനവാസ മേഖലകളോട് ചേർന്ന് ആയതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം ഉടൻ തന്നെ ആരംഭിക്കാൻ സാധിച്ചെങ്കിൽ പോലും ഇപ്പോൾ വാഹനത്തിലുണ്ടായിരുന്ന 3 പേരും മരണപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. ശ്രീജ, ഈ സ്ഥലം അങ്ങനെ സ്ഥിരമായിട്ട് അപകടം ഉണ്ടാവുന്ന ഒരു ഏരിയ ആണോ? ഇവർ സ്വാഭാവികമായും അവിടെ ഈ ഹൈ റേഞ്ച് മേഖലയും അല്ലെങ്കിൽ ഇത്തരം വളവുകളും ഒക്കെ പരിചയമുള്ള ആളുകളായിരിക്കുമല്ലോ. ഇവർ എവിടത്തുകാരാണ്? ഇവർ എവിടെ നിന്ന് എവിടേക്ക് പോവാണ്? അങ്ങനെയുള്ള വിവരങ്ങൾ, കാറിലാകെ 3 പേരെ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് തന്നെ അത്തരം വിവരങ്ങൾ എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? ശ്രീജ, ഈ ബീനാമോളുടെ സഹോദരിയും ഒക്കെ പ്രദേശവാസികൾ തന്നെയാണ്. വളരെയധികം വല്ലാത്തതാണ് ഇവരുടെ വീടൊക്കെ വീഴുന്നത്. അതുകൊണ്ട് തന്നെ റോഡിനെ കുറിച്ച് വ്യക്തമായൊരു ധാരണയുള്ളതാണെങ്കിൽ പോലും ഇരുട്ടും വളവുമുള്ളൊരു പ്രദേശമാണ് വാഹനം. കൊടുംവളവുള്ളൊരു പ്രദേശവും വലിയ ഇരുട്ട് കഴിഞ്ഞ രാത്രികളൊക്കെ ഉള്ള സാഹചര്യങ്ങളൊക്കെ കൂടിയുണ്ട്. ഇപ്പം പ്രത്യേകിച്ചും മഞ്ഞിന്റെ സാഹചര്യമൊക്കെ ഉണ്ടെങ്കിൽ അപകട സാധ്യത കൂടുതലുണ്ട്. അപ്പം വേഗതയുണ്ടായിരുന്നു എന്നതിനെ കുറിച്ച് ഇത് വ്യക്തമല്ല. വേഗതയിൽ വരുന്ന സമയത്തുണ്ടായ അപകടമാണോ എന്ന് സംബന്ധിച്ചും വ്യക്തമല്ല. വേഗതയിൽ ഇറക്കമൊക്കെ ഇറങ്ങി വരുമ്പോഴേക്കും നിയന്ത്രണം വിട്ടതാവാം എന്ന് കരുതുന്നുണ്ട്. എന്തായാലും അപകടം നടന്നു തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചിരുന്നു. പക്ഷേ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. 3 പേരും മരണപ്പെട്ടു എന്നാണ് നമുക്കിപ്പോൾ പറയാൻ കഴിയുന്നത്. വലിയ കൊക്കകളുള്ള പ്രദേശമാണ്. പ്രദേശം പൊന്മുടി ഡാമിന്റെ ചേർന്നുള്ള പ്രദേശം. രാജാക്കാടിൽ നിന്നും പൊന്മുടിയിലേക്ക് പോകുന്ന പ്രദേശത്ത് വലിയ വളവുകളും വളവുകളും തുടർച്ചയായ വളവുകളും ഒക്കെയുള്ള പ്രദേശമാണ്. വേഗതയിലെത്തുമ്പോൾ വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടാൻ സാധ്യത കൂടുതലുണ്ട്. അപ്പോൾ വലിയ വീതിയുള്ള റോഡുകളല്ല, ഒത്തിരി വീതിയുള്ള റോഡില്ലാതെ ഇടുങ്ങിയ റോഡുകളൊക്കെ ഉള്ള പ്രദേശം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഇറക്കമൊക്കെ ഇറങ്ങി വരുമ്പോഴേക്കും കിലോമീറ്ററോളം ദൂരത്തിൽ ഇറക്കം ഇറങ്ങി വരുന്ന സമയത്തേക്ക് അപകടപ്പെടാനുള്ള സാധ്യത കൂടുതലുണ്ട്. പ്രത്യേകിച്ചും കഴിഞ്ഞ രാത്രിയിൽ മഞ്ഞിന്റെ സാന്നിധ്യം ഒക്കെ കൂടി ഉണ്ടെങ്കിൽ അപകടത്തിന് സാധ്യത വർദ്ധിക്കുന്ന അവസ്ഥ കൂടിയുണ്ട്. അത് അലക്ഷ്യമായ ഒരു ഡ്രൈവിംഗ് കൂടി ആണെങ്കിൽ കൃത്യമായും അത്തരത്തിലേക്ക് വേണം നമുക്ക് അനുമാനിക്കാൻ. പ്രത്യേകിച്ചും ഈ പ്രദേശത്തെക്കുറിച്ച് അറിയുന്ന ആളുകൾ വേഗത്തിൽ യാത്ര ചെയ്യുന്ന സാഹചര്യത്തിൽ ഉണ്ടായ അപകടമാവാം എന്ന് വേണം നമുക്ക് അനുമാനിക്കുമെങ്കിലും. ശരി പ്രിൻസ്, എന്തായാലും കൂടുതൽ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. ഇന്നലെ രാത്രി ഉണ്ടായ അപകടത്തിലാണ് പന്നിയാർകുട്ടിയിൽ കാറ് കൊക്കയിലേക്ക് മറിഞ്ഞ് നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. ദമ്പതികളായ ബോസ്, റീന എന്നിവർ മരിച്ചു എന്നതായിരുന്നു ആദ്യ വിവരം. ഇപ്പോൾ ആ കാറിലുണ്ടായിരുന്ന 3ാമത്തെ ആളും മരിച്ചതായി സ്ഥിരീകരിക്കുന്നു. ഒളിമ്പ്യൻ KM ബീനാമോളുടെ സഹോദരിയാണ് ഈ മരിച്ച റീന. അപകടം എങ്ങനെ സംഭവിച്ചു എന്നതൊക്കെ വളരെ വിശദമായി ഇനി അറിയേണ്ടതുണ്ട്. പക്ഷേ പ്രാഥമികമായി നിയന്ത്രണം വിട്ട് കാർ കൊക്കയിലേക്ക് പതിക്കുകയായിരുന്നു. മറ്റു വാർത്തകളിലേക്ക് പോകാം. ഇടുക്കി മൂന്നാർ ഇക്കോ പോയിന്റിന് സമീപം കഴിഞ്ഞ ദിവസം ടൂറിസ്റ്റ് ബസ് അപകടത്തിൽപ്പെട്ടതിന് കാരണം അമിത വേഗതയെന്ന് മോട്ടോർ വാഹന വകുപ്പ്. സ്പീഡ് ഗവർണർ
പ്രവർത്തനരഹിതമാക്കിയിരുന്നതായി പരിശോധനയിൽ കണ്ടെത്തി. ബുധനാഴ്ചയാണ് മൂന്നാർ ഇക്കോ പോയിന്റിൽ വിദ്യാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന ബസ് അപകടത്തിൽപ്പെട്ടത്. അന്ന് 3 പേരാണ് ഈ അപകടത്തിൽ മരിച്ചത്. കാസർഗോഡ് ബദിയടുക്ക് എൽക്കാനയിൽ അമ്മയും കുഞ്ഞും കുളത്തിൽ മുങ്ങി മരിച്ചു. പരമേശ്വരി, മകൾ 2.5 വയസ്സുള്ള പത്മിനി എന്നിവരാണ് മരിച്ചത്. ഇന്നലെയായിരുന്നു സംഭവം. കുളത്തിൽ വീണ കുഞ്ഞിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ പരമേശ്വരി മുങ്ങിപ്പോവുകയായിരുന്നുവെന്നാണ് സംശയം. ഇടുക്കി ദേവികുളം സബ് ആർ ടി ഓഫീസിന്റെയും അടിമാലി പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെയും നേതൃത്വത്തിൽ ബസ് ജീവനക്കാർക്കായി ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. ഇടുക്കി റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ ഷബീർ PM ഉദ്ഘാടനം ചെയ്തു. മാനസിക പിരിമുറുക്കം ഇല്ലാതാക്കാനും നിയമാവബോധം, വ്യക്തിത്വ വികസനം തുടങ്ങിയവ മെച്ചപ്പെടുത്താനും ലക്ഷ്യമിട്ടായിരുന്നു പരിപാടി. കടുത്ത ബുദ്ധിമുട്ടുകൾക്കിടയിലാണ് ഇടുക്കി അടിമാലിയിലെ ആദിവാസി മേഖലയായ വേലിയാംപാറക്കുടി നിവാസികളുടെ ജീവിതം. നല്ല റോഡില്ല എന്നതുപോട്ടെ വന്യജീവി ആക്രമണം കൂടി പതിവായതോടെ ഇവിടുത്തുകാരുടെ ദുരിതം ഇരട്ടിയായിരിക്കുകയാണ്. അടിമാലി ഗ്രാമപഞ്ചായത്തിലെ ആദിവാസി മേഖലയാണ് വേലിയാംപാറക്കുടി. മുതുവാൻ വിഭാഗത്തിലെ 20ഓളം കുടുംബങ്ങളുണ്ട് ഇവിടെ. ബുദ്ധിമുട്ടുകൾക്ക് നടുവിലാണ് ജീവിതം. നല്ല റോഡില്ല. വനത്തിലൂടെയുള്ള തോട് മുറിച്ചു വേണം സഞ്ചരിക്കാൻ. തോടിനു കുറുകെ ഒരു നടപ്പാലം മാത്രമാണ് ഉള്ളത്. വേനൽക്കാലത്ത് പുഴയിൽ വെള്ളം കുറയുമ്പോൾ മാത്രം ജീപ്പുകൾ കടന്നുപോകും. മഴക്കാലമാകുന്നതോടെ സഞ്ചാരം നിലയ്ക്കും. ഇതോടെ കുടിയിൽ നിന്നും പുറത്തേക്കിറങ്ങാൻ കഴിയാത്ത സ്ഥിതിയാകും. ഇപ്പോൾ വന്യമൃഗങ്ങൾ ഇവിടെ ധാരാളമായി എത്തുന്നു. ഇങ്ങോട്ട് റോഡ് എന്ന് പറയുമ്പോൾ കുറച്ചൊരു കോൺക്രീറ്റ് 10-50 കൊല്ലം കഴിഞ്ഞാണ് കൂടി വന്നിട്ട്. പക്ഷേ ഉള്ളത് ഒരു കുറച്ച് മാത്രമേ കോൺക്രീറ്റ് വന്നിട്ടുള്ളൂ. അതാണ് ഗവൺമെൻറ്റിൽ നിന്ന് വന്നതെന്ന് പറയുമ്പോൾ. റോഡ് എന്ന് പറയുമ്പോൾ അത് മാത്രമേ ഉള്ളൂ, ഒരു 50 മീറ്റർ കോൺക്രീറ്റ്. ഇനി ഞങ്ങൾക്കൊരു 2 കിലോമീറ്റർ ചെയ്യാനുണ്ട്. അതും കൂടി ഒന്ന് ചെയ്തു തന്നാൽ നല്ലതായിരിക്കും. പിന്നെ കാട്ടാന ശല്യമുണ്ട്. അതിന് ഫെൻസിങ്ങോ അങ്ങനെ എന്തെങ്കിലും സൗകര്യം ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് അത്ര ഉപകാരമായിരിക്കും. മേഖലയിൽ ഫെൻസിങ്ങും ട്രഞ്ചുകളും നിർമ്മിക്കണമെന്നത് കാലങ്ങളായുള്ള ഇവരുടെ ആവശ്യമാണ്. പലവട്ടം ആവശ്യം ഉന്നയിച്ചു. സുരക്ഷ ഒരുക്കിയില്ല. ഇതോടെ കുട്ടികളുടെ വിദ്യാഭ്യാസം അടക്കം മുടങ്ങുകയാണ്. ആദിവാസികളുടെ ഉന്നമനത്തിനായി കോടികൾ ചെലവഴിക്കുമ്പോഴും വേലിയാംപാറക്കുടി നിവാസികളുടെ ദുരിതത്തിന് അയവില്ല. ന്യൂസ് 18 അടിമാലി. പൊതുപരീക്ഷകളിൽ ഉന്നത വിജയം നേടാൻ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുകയാണ് മലപ്പുറം വളാഞ്ചേരിയിലെ ഒരു കൂട്ടം അധ്യാപകർ. ഇതിനായി സംഘടിപ്പിച്ച സഹവാസ ക്യാമ്പും ശ്രദ്ധേയമായി. MES ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകരാണ് ക്യാമ്പിന് നേതൃത്വം നൽകിയത്. ഇനി പരീക്ഷാകാലമാണ്. പരീക്ഷ എഴുതാൻ കുട്ടികളെ പ്രാപ്തരാക്കുകയാണ് അധ്യാപകരും രക്ഷിതാക്കളും. ഇതിനായി പ്രത്യേക ക്ലാസുകളും ക്യാമ്പുകളും ഒക്കെ സംഘടിപ്പിക്കുകയാണ്. വളാഞ്ചേരി MES ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരും തങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് നല്ല വിജയം നേടാൻ രാവും പകലുമില്ലാതെ പ്രയത്നിക്കുകയാണ്. സ്കൂളിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സഹവാസ ക്യാമ്പിൽ 50ഓളം കുട്ടികൾ പങ്കാളികളായി. ഹൈസ്കൂൾ തലം തൊട്ട് തന്നെ വിവിധ വിഷയങ്ങൾക്ക് പഠിക്കാനുള്ള പ്രയാസങ്ങൾ അനുഭവിച്ചപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു. ക്ലാസ്സുകൾ നഷ്ടപ്പെട്ട വിദ്യാർത്ഥികൾക്ക് റെമഡിയൽ കോച്ചിങ് കൊടുക്കണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ MES മാനേജ്മെൻറ്റും ഇവിടുത്തെ PTA-യും സ്റ്റാഫ് കൗൺസിലും തീരുമാനിച്ചുകൊണ്ട് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് പഠന സമയത്തിന് പുറമെ കൂടുതലായിട്ടുള്ള സമയം പഠിക്കാൻ വേണ്ടി അനുവദിക്കണമെന്ന് തീരുമാനിക്കുകയും 3 ഘട്ടങ്ങളിലായി ഇത്തരത്തിലുള്ള ഒരു പ്രത്യേക പരിശീലന ക്യാമ്പ് ആരംഭിക്കുകയും ചെയ്തു. അധ്യാപകർ രാത്രിയും കുട്ടികളോടൊപ്പം താമസിച്ച് പഠനത്തിൽ പരിശീലനം നൽകി. ഒപ്പം വിദ്യാർത്ഥികൾക്ക് മാനസിക ശാരീരിക ഉല്ലാസത്തിനായി വിവിധ തരം കായികാഭ്യാസവും ഷട്ടിൽ, ഫുട്ബോൾ തുടങ്ങിയവയും ഒരുക്കിയിരുന്നു. ഓരോ ദിവസവും രാത്രി സമയങ്ങളിൽ 3 അധ്യാപകർ നമ്മുടെ വിദ്യാർത്ഥികളുടെ കൂടെ സഹവസിച്ച് ഇവിടെ താമസിച്ച് വൈകുന്നേരങ്ങൾക്ക് അവർക്കുള്ള ഫുട്ബോൾ പോലുള്ള ഷട്ടിൽ പോലുള്ള എന്റർടൈൻമെന്റുകൾ കൊടുത്ത് തീർച്ചയായും വിദ്യാർത്ഥികളെ മാനസികമായും ശാരീരികമായും അവരെ പരീക്ഷയ്ക്ക് സജ്ജമാക്കുക എന്ന വലിയൊരു ഉത്തരവാദിത്തമാണ് MES ഹയർ സെക്കൻഡറി സ്കൂൾ ഏറ്റെടുത്തിരിക്കുന്നത്. റമദാൻ വ്രതം തുടങ്ങുന്നതോടെ പകൽ സമയം മാത്രമാകും ക്ലാസ്. ന്യൂസ് 18 മലപ്പുറം. അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ പരിക്കേറ്റ കൊമ്പനെ ചികിത്സയ്ക്ക് വിധേയനാക്കി. പക്ഷേ ഇന്നലെ കൊമ്പൻ ചെരിഞ്ഞു. തലച്ചോറിന് അണുബാധയേറ്റിരുന്നു ഈ കൊമ്പൻ എന്നതാണ് പ്രാഥമികമായിട്ടുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മസ്തകത്തിലും തുമ്പിക്കൈയിലും പുഴുവരിച്ചിരുന്നു. മസ്തകത്തിലേത് 65 സെന്റിമീറ്റർ വീതിയും 1.5 അടി ആഴവുമുള്ള മുറിവായിരുന്നു. കൊമ്പ് കുത്തിയതിനെ തുടർന്നുണ്ടായ മുറിവ് തന്നെയാണെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു.
കുട്ടമ്പുഴ ടൗണിന് സമീപത്തെ കൃഷിയിടത്തിൽ തുടർച്ചയായി എത്തി നാശനഷ്ടം വിതയ്ക്കുകയാണ് കാട്ടാനകൾ. ഇന്നലെ രാത്രി പുഴ നീന്തിക്കടന്ന് വീണ്ടും കാട്ടാനക്കൂട്ടം എത്തിയതോടെ പ്രദേശവാസികളാകെ പരിഭ്രാന്തിയിലായി. ആളുകൾ ഒച്ചവെച്ചതോടെ വന്ന വഴിക്ക് തന്നെ അവ പുഴയിലൂടെ നീന്തി കാട്ടിലേക്ക് പിൻവാങ്ങുകയായിരുന്നു. 3 ആനകളാണ് ഇന്നലെ കുട്ടമ്പുഴ ഭാഗത്തേക്ക് എത്തിയത്. കോതമംഗലത്തും ആശങ്കയുണ്ട്. കോതമംഗലത്ത് വീണ്ടും കാട്ടാനയുടെ ആക്രമണം. കഴിഞ്ഞ ദിവസം ജനവാസ മേഖലയിൽ എത്തിയ കാട്ടാനക്കൂട്ടത്തെ തുരത്തിയിരുന്നു. എന്നാൽ ഇവ വീണ്ടും ജനവാസ മേഖലയിൽ എത്തിയത് നാട്ടുകാരെ പരിഭ്രാന്തരാക്കി. പുഴ കടന്നാണ് ആനക്കൂട്ടം എത്തിയത്. കഴിഞ്ഞ ദിവസം ആനക്കൂട്ടം വ്യാപകമായ കൃഷിനാശമുണ്ടാക്കിയിരുന്നു. ഇങ്ങോട്ട് വാടാ. വാ ഇങ്ങോട്ട് പോലെ വാ വാ വാ. എടാ ഇന്നത്തെ കോളോർത്ത് മാർച്ച് ആയില്ല, ഫെബ്രുവരിയുടെ അവസാന ദിവസങ്ങളാവുന്നതേ ഉള്ളൂ. പക്ഷേ കേരളത്തിൽ വലിയ ചൂടാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നും കനത്ത ചൂടുണ്ടാകുമെന്ന മുന്നറിയിപ്പുണ്ട്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ സാധാരണയേക്കാൾ 2 ഡിഗ്രി സെൽഷ്യസ് മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ചൂടും അസ്വസ്ഥതയും ഉണ്ടാവുന്ന കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ചൂട് ഈ തരത്തിൽ ഉയരുന്നത് സൂര്യാഘാതം, സൂര്യാതപം, നിർജ്ജലീകരണം തുടങ്ങി നിരവധി ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കും. പകൽ 11 മണി മുതൽ 3 മണി വരെയുള്ള സമയത്ത് നേരിട്ട് കൂടുതൽ സമയം ശരീരത്തിൽ വെയിലേൽക്കുന്നത് ഒഴിവാക്കണമെന്ന് ആരോഗ്യവകുപ്പും ദുരന്ത നിവാരണ അതോറിറ്റിയും മുന്നറിയിപ്പിൽ പറയുന്നു. ഈ പൊള്ളുന്ന ചൂട് നമ്മൾ മനുഷ്യർക്ക് മാത്രമല്ല പക്ഷി മൃഗാദികളെയും അത് കാര്യമായി തന്നെ വലയ്ക്കുന്നുണ്ട്. ചൂടിനെ അതിജീവിക്കാൻ പക്ഷികൾക്ക് തീറ്റയും ഭക്ഷണവും ഒക്കെ ഒരുക്കുകയാണ് കായംകുളത്ത് ഒരു കൂട്ടം യുവാക്കൾ. കൊടും ചൂടിൽ നാടുരുകുകയാണ്. ഈ ചൂട് മനുഷ്യരെ പോലെ പക്ഷിമൃഗാദികളെയും ബാധിക്കുന്നുണ്ട്. ചൂട് അതിജീവിക്കാൻ പക്ഷികൾക്കും ദാഹജലം ഉറപ്പാക്കുകയാണ് കായംകുളത്തെ ഒരു കൂട്ടം യുവാക്കൾ. ജലമാണ് ജീവൻ ക്യാമ്പയിന്റെ ഭാഗമായി പൊതുസ്ഥലങ്ങളിലും മുഴുവൻ പ്രവർത്തകരുടെയും വീടുകളിലും പക്ഷികൾക്കും മൃഗങ്ങൾക്കും തണ്ണീർക്കുടമൊരുക്കി. മരച്ചില്ലയിൽ തൂക്കിയിട്ട മൺചട്ടിയിൽ കുടിവെള്ളം നിറച്ചിട്ടുണ്ട്. മറ്റൊന്നിൽ തിനയും സൂര്യകാന്തി വിത്തും. SYS കായംകുളം സോൺ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രവർത്തനം. കാർത്തികപ്പള്ളി തഹസിൽദാർ സജീവ് കുമാർ PA ഉദ്ഘാടനം നിർവഹിച്ചു. വരും ദിവസങ്ങളിൽ നഗരത്തിന്റെ മറ്റ് പ്രദേശങ്ങളിലേക്കും പ്രവർത്തനം വ്യാപിപ്പിക്കാനാണ് തീരുമാനം. ന്യൂസ് 18 കായംകുളം. തിരുവനന്തപുരം വർക്കലയിൽ പുതുതായി സ്ഥാപിക്കുന്ന ബിവറേജസ് ഔട്ട്ലെറ്റിനെതിരെ വലിയ പ്രതിഷേധമുയരുകയാണ്. നിരവധി വീടുകളൊക്കെ ഉള്ള മേഖലയിൽ ഔട്ട്ലെറ്റ് അനുവദിക്കില്ല എന്നാണ് നാട്ടുകാരുടെ പക്ഷം. വർക്കല മൈതാനം ജംഗ്ഷനിൽ നിലവിൽ ബെവ്കോ ഔട്ട്ലെറ്റ് പ്രവർത്തിക്കുന്നുണ്ട്. ഇതിനു പുറമെ പുതിയ ഔട്ട്ലെറ്റ് തുടങ്ങാനാണ് നീക്കം. 17ാം വാർഡിലാണ് പുതിയ ഔട്ട്ലെറ്റ് സ്ഥാപിക്കുന്നത്. ഇതേ വാർഡിൽ തന്നെയാണ് KTDCയുടെ ബിയർ പാർലറും പ്രവർത്തിക്കുന്നത്. പുതിയ ഔട്ട്ലെറ്റ് സ്ഥാപിക്കുന്നതിനെതിരെ നാട്ടുകാർ വലിയ പ്രതിഷേധത്തിലാണ്. പ്രദേശവാസികളായ സ്ത്രീകളുടെ നേതൃത്വത്തിൽ നഗരസഭാ സെക്രട്ടറിയെ ഉപരോധിച്ചിരുന്നു. ഔട്ട്ലെറ്റുമായി മുന്നോട്ടു പോകുമെങ്കിൽ സമരം ശക്തമാക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം. ന്യൂസ് 18 വർക്കല. പൂട്ടിക്കിടക്കുന്ന വീടുകൾ നോക്കിവെച്ച് അതിൽ മോഷണം നടത്തുന്ന ഒരാൾ കൊല്ലം പുനലൂരിൽ പിടിയിലായിരിക്കുന്നു. വിളക്കുടി സ്വദേശി ഷിബുവാണ് പിടിയിലായത്. ഇളമ്പൽ പാപ്പാരങ്കോട് വെച്ചാണ് പ്രതി പിടിയിലായത്. ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്ന സഹായി രക്ഷപ്പെട്ടു. കുറച്ച് അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഷിജു, ഷിബു എന്നും വിളിക്കും, വിളക്കുടിയിലാണ് വീട്. വിളക്കുടി പഞ്ചായത്ത് ഓഫീസിന് സമീപമാണ് വീട്. 2017 ശേഷം മിക്കവാറും തമിഴ്നാടും ബാക്കി സ്ഥലങ്ങളും കേന്ദ്രീകരിച്ചായിരുന്നു മോഷണം. ഈ കഴിഞ്ഞ 2024 ഡിസംബർ മാസം 6-ാം തീയതി ആന്ധ്രയിലെ തിരുപ്പതി ജയിലിൽ നിന്നുമാണ് റിലീസായത്. അതിനുശേഷം പിന്നെ തമിഴ്നാട്ടിൽ താമസിച്ചുകൊണ്ട് തെങ്കാശി, ചെങ്കോട്ട ഭാഗങ്ങളിൽ താമസിച്ചുകൊണ്ട് രാത്രിയിൽ കേരളത്തിൽ വരികയും നമ്മുടെ കേരളത്തിലെ കൊല്ലൂർ കേന്ദ്രീകരിച്ച് വരികയും അതിനുശേഷം മോഷണം നടത്തി തിരിച്ചു പോവുകയും ചെയ്യായിരുന്നു പതിവ്.
നമ്മൾ ക്രിക്കറ്റ് പ്രേമികളൊക്കെ ആരാധിക്കുന്ന സുനിൽ ഗവാസ്കറിന്റെ പേരിൽ നമ്മുടെ നാട്ടിൽ ഒരു റോഡ്, കാസർഗോഡ് വിദ്യാനഗർ സ്റ്റേഡിയം റോഡ് ഇനി SM ഗവാസ്കർ മുനിസിപ്പൽ സ്റ്റേഡിയം റോഡ് എന്നറിയപ്പെടും. പത്മഭൂഷൺ സുനിൽ മനോഹർ ഗവാസ്കർ സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെയാണ് റോഡിന്റെ പുനർനാമകരണം നിർവഹിച്ചത്. കാസർഗോഡ് മുനിസിപ്പൽ സ്റ്റേഡിയം റോഡ് ഇനി ചരിത്രത്താളുകളിൽ തിളങ്ങി നിൽക്കും. സ്റ്റേഡിയം ജംഗ്ഷനിലുള്ള മുനിസിപ്പൽ സ്റ്റേഡിയം റോഡ് ഇനി ഇന്ത്യൻ ക്രിക്കറ്റ് ഇതിഹാസം സുനിൽ ഗവാസ്കറുടെ നാമധേയത്തിൽ അറിയപ്പെടും. കാസർഗോഡെത്തിയ താരം റോഡിന്റെ പുതിയ നാമകരണം ഉദ്ഘാടനം ചെയ്തു. ഒത്തുകൂടിയ ക്രിക്കറ്റ് പ്രേമികൾ അടക്കമുള്ളവരുടെ ഹർഷാരവത്തോടെയും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയും അദ്ദേഹം സുനിൽ ഗവാസ്കർ മുനിസിപ്പൽ സ്റ്റേഡിയം റോഡ് നാടിന് സമർപ്പിച്ചു. ഇത്തവണ കേരളം രഞ്ജി ട്രോഫി നേടട്ടെ എന്ന് ഗവാസ്കർ ആശംസിച്ചു. ജന്മനാടായ മുംബൈയിൽ ഒരു റോഡിന് പോലും തന്റെ പേര് നൽകിയിട്ടില്ലെന്നും അതിന് തയ്യാറായ കാസർഗോഡ് നഗരസഭയോടുള്ള നന്ദി അദ്ദേഹം അറിയിച്ചു. ചെട്ടുംകുടിയിലെ റോയൽ കൺവെൻഷൻ സെന്ററിൽ നടന്ന ചടങ്ങിൽ കാസർഗോഡ് പൗരാവലിക്ക് വേണ്ടി ഗവാസ്കറെ ആദരിച്ചു. ചടങ്ങിൽ NA നെല്ലിക്കുന്ന് MLA അധ്യക്ഷത വഹിച്ചു. ന്യൂസ് 18 കാസർഗോഡ്. കോവിഡ് കാലത്ത് നമ്മുടെയൊക്കെ വലിയ ആവശ്യമായിരുന്നു ഒരു വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് വളരെ പൂർണ്ണസജ്ജമായി പ്രവർത്തിക്കുക എന്നത്. സർക്കാർ മുൻകൈ എടുത്ത് അന്ന് തിരുവനന്തപുരം വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിന് സ്ഥാപിക്കാൻ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു. എന്നാൽ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇനിയും പ്രവർത്തനം തുടങ്ങാത്തതിനെതിരെ പ്രതിഷേധം ശക്തമാവുന്നു. സാധാരണക്കാരായ രോഗികൾക്ക് മിതമായ നിരക്കിൽ സങ്കീർണമായ പരിശോധനകൾ ലഭ്യമാക്കുന്നതിനുള്ള അവസരം നിഷേധിക്കപ്പെടുന്നു എന്നതാണ് പ്രധാന ആക്ഷേപം. കേരള ഹെൽത്ത് റിസർച്ച് വെൽഫെയർ സൊസൈറ്റിക്ക് കീഴിൽ അഡ്വാൻസ്ഡ് ക്ലിനിക്കൽ റിസർച്ച് അഥവാ ACR ലാബിനു വേണ്ടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഡീലക്സ് പേവാർഡിന്റെ ഒരു നില ഇങ്ങനെ രൂപമാറ്റം വരുത്തിയിട്ട് വർഷം 2 കഴിഞ്ഞു. വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ആരംഭിക്കുന്നതിന്റെ ഭാഗമായി 6 മുറികളിലാണ് സജ്ജീകരണങ്ങൾ ഒരുക്കിയത്. പക്ഷേ പരിശോധനകൾക്ക് ആവശ്യമായ ആധുനിക മെഷീനുകൾ സ്ഥാപിക്കുന്ന കാര്യത്തിൽ മാത്രം ഇപ്പോഴും നടപടികളൊന്നുമില്ല. 36 ലക്ഷം രൂപ മുതൽ മുടക്കിൽ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കിയ മുറികൾ നിലവിൽ ഉപയോഗിക്കുന്നതാകട്ടെ ആശുപത്രി ആവശ്യങ്ങൾക്കുള്ള ഗോഡൌണായും. പോളിമർ ചെയിൻ റിയാക്ഷൻ ടെസ്റ്റ്, മോളിക്യുലർ ബയോളജി ടെസ്റ്റ്, സങ്കീർണമായ മറ്റ് രക്തപരിശോധനകൾ തുടങ്ങിയവയിലൂടെ വൈറസുകളുടെ സാന്നിധ്യം കണ്ടെത്തുന്നതിന് സ്വകാര്യ ലാബുകൾക്ക് നിലവിൽ നൽകേണ്ടി വരുന്നത് 2500 മുതൽ 10,000 രൂപ വരെയാണ്. അതേസമയം വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് യാഥാർത്ഥ്യമായാൽ സങ്കീർണമായ പരിശോധനകൾക്കുള്ള ചെലവ് നേർപകുതിയായി കുറയുമെന്നതാണ് വസ്തുത. മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് സമീപത്തുള്ള സ്വകാര്യ ലാബുകളെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് ACR ലാബിന്റെ പ്രവർത്തനം തുടങ്ങാത്തതെന്ന വിമർശനമാണ് ഉയരുന്നത്. തിരുവനന്തപുരം KHRWസിൻ്റെ കീഴിലുള്ള മെഡിക്കൽ കോളേജിൽ അടഞ്ഞുകിടക്കുന്ന വൈറോളജി ലാബ് 2 വർഷത്തിലധികമായി ഇത് പൂട്ടിക്കിടക്കുകയാണ്. ഇതിനെതിരെ മാനേജ്മെൻറ്റ് അത് തുറക്കാനുള്ള നടപടി ഒന്നും സ്വീകരിക്കുന്നില്ല. ഇത് പ്രൈവറ്റ് ലാബുകളെ സഹായിക്കാൻ എന്ന് യൂണിറ്റ് സംശയിക്കുന്നു. ഇത് മാനേജ്മെൻറ്റല്ല, ഗവൺമെൻറ് അടിയന്തരമായും ഈ കാര്യത്തിൽ ഇടപെട്ട് പൊതുജനങ്ങൾക്ക് അത് തുറന്നു കൊടുക്കാനുള്ള സംവിധാനം എത്രയും വേഗം നടത്തണമെന്നും, ഇല്ലാത്ത പക്ഷം KHRW സ്റ്റാഫ് യൂണിയൻ INTUC ഇതിനെതിരെ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകുമെന്ന് അറിയിക്കുന്നു. വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് യാഥാർത്ഥ്യമാക്കുന്നതിനു വേണ്ടി 20 കോടി രൂപയാണ് കഴിഞ്ഞ ബജറ്റിൽ ധനമന്ത്രി അനുവദിച്ചിരിക്കുന്നത്. ഉദ്യോഗസ്ഥരുടെ കെടുകാര്യസ്ഥത മൂലം സ്ഥാപനം പ്രവർത്തന സജ്ജമാകുന്നത് ഇനിയും വൈകിയാൽ പ്രതിഷേധം കടുപ്പിക്കുമെന്നാണ് KHRW സ്റ്റാഫ് യൂണിയന്റെ മുന്നറിയിപ്പ്. ഡാൻ കുര്യൻ, ന്യൂസ് 18 തിരുവനന്തപുരം. കുടിവെള്ളമില്ലാതെ പൊറുതിമുട്ടുകയാണ് പത്തനംതിട്ട നഗരവാസികൾ. കഴിഞ്ഞ 1 വർഷമായി കുടിവെള്ളം ലഭിക്കാത്ത പ്രദേശങ്ങൾ വരെ പത്തനംതിട്ടയിലുണ്ട്. പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചും അധികൃതർക്ക് പരാതി നൽകിയിട്ടും ഒന്നും ഇതുവരെ ഒരു കാര്യവും ഉണ്ടായിട്ടില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി. പത്തനംതിട്ട നഗരത്തിലെ പ്രദേശവാസികളാണ് വേനൽക്കാലത്ത് കുടിവെള്ളമില്ലാതെ ബുദ്ധിമുട്ടുന്നത്. പൈപ്പുകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഒരു തുള്ളി വെള്ളം പോലും കിട്ടാനില്ലാത്ത അവസ്ഥ.
പരാതികൾ പറഞ്ഞിട്ടും നടപടിയില്ല. ഇവിടുത്തെ ആളുകളുടെ അവസ്ഥ വളരെ പരിതാപകരമായി. ഇവരുടെ എല്ലാം പരാതി കേട്ട് നമ്മൾ മടുത്തു. നമ്മൾ ഈ അധികാരപ്പെട്ടവരോട് എന്ന് വെച്ചാൽ മുനിസിപ്പാലിറ്റിയിലും പിന്നെ വാട്ടർ അതോറിറ്റിയിലും ഒക്കെ ചെന്ന് പറയുമ്പോൾ ഓരോരുത്തരെ പഴി ചാരുന്നതല്ലാതെ ഈ വെള്ളം കൃത്യമായിട്ട് ലഭിക്കാനുള്ള യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല. കഴിഞ്ഞ വർഷം ഫെബ്രുവരി 24 തൊട്ട് ടാങ്കർ ലോറികളിൽ ജലം വാർഡുകളിൽ കൊടുക്കുന്നുണ്ടായിരുന്നു. ഈ പ്രാവശ്യം ടെൻഡർ പോലും ഇന്നലെയാണ് കൊടുത്തത്. അതിനും പാസ്സായി കൗൺസിൽ പാസ്സാക്കി വരുമ്പോൾ ഈ മാസം ലാസ്റ്റ് കഴിഞ്ഞാലും വെള്ളം കിട്ടാത്ത ലാസ്റ്റ് മുതലേ കിട്ടുമോ എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നഗരത്തിലെ 10 വാർഡുകളിലാണ് കുടിവെള്ളക്ഷാമം രൂക്ഷമായിട്ടുള്ളത്. മുണ്ടുകോട്ടയ്ക്കൽ, നന്നുവക്കാട്, പൂവമ്പാറ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് കുടിവെള്ളമില്ലാത്തത്. പല സ്ഥലങ്ങളിലും മാസങ്ങളായി കുടിവെള്ളം ലഭിക്കുന്നില്ല. അപ്പം ഈ ദൂരേന്ന് വണ്ടിയെ വെള്ളം കൊണ്ടുവന്ന് വണ്ടിയൂടെ പോയി കന്നാസി കൊണ്ടുവന്ന് ചുമ്മാ ടാങ്ക് തന്നെ ഇങ്ങനെ ഇരിക്കുക. ഞങ്ങൾ മഴവെള്ളത്തെ പ്രതീക്ഷിച്ച 3-4 ടാങ്ക് വെച്ച് ഇങ്ങനെ മഴവെള്ളം, ഇപ്പം അതും ഇല്ല, മഴവെള്ളവും ഇല്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ അവിടെ പറയുന്നതാണ്, ഞങ്ങൾ തിരുവനന്തപുരം വരെ വിളിച്ച് കഴിഞ്ഞ ദിവസം ഒരു ദിവസം വന്നു. പിന്നെ ടാങ്കർ ലോറിയെ എല്ലാ വർഷവും എത്തിക്കുന്നതാണ്, പക്ഷേ ഇതുവരെ വന്നിട്ടില്ല. ഇപ്പം ഭയങ്കര ചൂടും വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടും. ഓട്ടോറിക്ഷകളിലും കിലോമീറ്ററുകൾ നടന്നുമാണ് പ്രദേശവാസികൾ കുടിവെള്ളം വീടുകളിൽ എത്തിക്കുന്നത്. പണം കൊടുത്ത് വാങ്ങിയാണ് കുടിവെള്ളം പലരും ഉപയോഗിക്കുന്നത്. വെള്ളത്തിന് അത് ഭയങ്കരമായ ഷോർട്ടേജ്. ഞങ്ങൾ വെള്ളത്തിന് വേണ്ടി നെട്ടോട്ട് കൊടുക്കുക. കഴിഞ്ഞ വർഷം ഈ സമയത്തൊക്കെ ഒരു ഫെബ്രുവരി 15 ആകുമ്പോഴൊക്കെ വെള്ളം അവർ ടാങ്കറെ കൊണ്ട് തരുന്ന കുറച്ചാൽ ഈ വർഷം അതുണ്ടായിട്ടില്ല. അതുകൊണ്ട് അതിൻ്റേതായ ഭയങ്കരമായ ബുദ്ധിമുട്ട്. പുതിയ പൈപ്പുകൾ സ്ഥാപിച്ചാൽ ഉയർന്ന പ്രദേശങ്ങളിൽ കുടിവെള്ളം ലഭിക്കും. എന്നാൽ പൈപ്പ് സ്ഥാപിക്കുന്നതിന് ദേശീയപാത അതോറിറ്റി തടസ്സം നിൽക്കുന്നതെന്നാണ് ജല അതോറിറ്റിയുടെ വിശദീകരണം. ന്യൂസ് 18 പത്തനംതിട്ട. കാസർഗോഡ് ചീമേനി കരുവത്തോട് ശ്രീ കാരകുളികൻ ദേവസ്ഥാനം കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി കാരകുളികൻ തെയ്യം കെട്ടിയാടി. മന്ത്രമൂർത്തിയായ കാരകുളികനെ തുടർച്ചയായി 3 ദിവസം കെട്ടിയാടുന്ന ദേവസ്ഥാനം എന്ന പ്രത്യേകതയും ഇവിടെയുണ്ട്. മന്ത്രമൂർത്തിയായ കാരഗുളികനെ ആവാഹിച്ചു കൊണ്ടുപോകാൻ തന്ത്രി കുടുംബം ശ്രമിച്ചെങ്കിലും ഇഷ്ടസങ്കേതം വിട്ടുപോകാൻ ഗുളികൻ തയ്യാറായില്ല എന്നാണ് തെയ്യംകെട്ടിന്റെ സങ്കല്പം. പരിവാരങ്ങൾ ഗുളികനെ പലതവണ വലിച്ചു പുറത്തെടുത്തുവെങ്കിലും കുതറിമാറിയ ഗുളികൻ വീണ്ടും മുൾപടർപ്പിലേക്ക് എടുത്തു ചാടി. തെങ്ങിൻ കുരുത്തോല കൊണ്ടുള്ള ഉടയാടയും കവുങ്ങിൻ പാള കൊണ്ടുള്ള മുഖപ്പാളിയും അണിഞ്ഞ് നട്ടുച്ച നേരത്താണ് ഗുളികൻ തെയ്യത്തിന്റെ പുറപ്പാട്. ക്ഷേത്രമുറ്റത്തെ ചടങ്ങുകൾക്ക് ശേഷമാണ് ഗുളികൻ പരിസരത്തുള്ള പൊന്തക്കാടുകളിലേക്ക് ശയിക്കാനായി എത്തുന്നത്. കാരമുൾപടർപ്പിലേക്ക് ചാടിയുള്ള കാരഗുളികന്റെ ഉഗ്രനടനം ഭക്തരിൽ ഭയവും വിസ്മയവും ഉണർത്തുന്നതാണ്. കാരഗുളികനെ കാണാൻ 100 കണക്കിന് ഭക്തർ ദേവസ്ഥാനത്തെത്തി. ന്യൂസ് 18 ചീമേനി. കൊല്ലം കൊട്ടാരക്കര മുത്തുമാരിയമ്മൻ കോവിലിൽ നടന്ന മഞ്ഞ നീരാട്ടും പൂപ്പടയും ഭക്തി നിർഭരമായി 41 ദിവസത്തെ വ്രതാനുഷ്ഠാനങ്ങളോടെയായിരുന്നു ചടങ്ങുകൾ. മഞ്ഞ നീരാട്ടിന് ശേഷം വിൽചരിതവും നടന്നു. ക്ഷേത്രത്തിലെ 4ാം ദിവസത്തെ തൃക്കൊടിയിറക്കിന് ശേഷം നടക്കുന്ന പ്രധാന ചടങ്ങാണ് പൂമൂടലും മഞ്ഞ നീരാട്ടും. 108 പറ പൂവ് ഉപയോഗിച്ച് നടത്തുന്ന പൂപ്പട ചടങ്ങ് തികച്ചും ഭക്തി നിർഭരമാണ്. തിളച്ച മഞ്ഞൾ വെള്ളം പൂക്കുലയിൽ കോരി വ്രതമെടുക്കുന്ന സ്വാമിമാർ ദേഹത്തേക്കൊഴിക്കും. താളമേളങ്ങളോടെ നൃത്തച്ചുവടുകളുമായാണ് ഉറഞ്ഞുതുള്ളി മഞ്ഞ നീരാടുന്നത്. മഞ്ഞ നീരാടിയ പൂക്കുലകൾ ഭക്തർ പ്രസാദമായി കൊണ്ടുപോകുന്നതും ആചാരത്തിന്റെ ഭാഗമാണ്. 4 ദിവസത്തെ ഉത്സവത്തിന് സമാപനം കുറിച്ചുകൊണ്ടുള്ള ചടങ്ങുകൾ കാണാൻ നിരവധി ഭക്തരാണ് എത്തിയത്. തമിഴ് ആചാരങ്ങളോട് ബന്ധമുള്ളതിനാൽ തുടർന്ന് നടന്ന വിൽചരിതവും തമിഴിലായിരുന്നു. സ്വരുക്കൂട്ടിയ തുക പതിവ് പോലെ ഈ വർഷവും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ചെലവഴിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ന്യൂസ് 18 കൊട്ടാരക്കര. പാലക്കാട് കൂറ്റനാട് എളവാതുക്കൽ പൂരം വർണ്ണാഭമായി. ദേവസ്വം പൂരവും കൂറ്റനാട്, നന്ദിയങ്കോട്, കോമംഗലം, വലിയപറമ്പ് ദേശങ്ങളിൽ നിന്നുള്ള ആഘോഷവരവും നടന്നു. എഴുന്നള്ളത്തിന്റെ ഭാഗമായി കരിങ്കാളി, പൂതൻ, തിറ, വിവിധ വേഷങ്ങൾ, താളമേള വാദ്യങ്ങൾ എന്നിവ ക്ഷേത്രമുറ്റത്ത് അരങ്ങേറി. ഭക്തരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടത്